ഇറാന് എതിരെ നടന്ന സൈനിക നീക്കങ്ങളിൽ കുവൈറ്റ് പങ്കാളികളാകും. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായാണ് കുവൈത്ത് രംഗത്തെത്തിയത്. ഈ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നാണ് കുവൈറ്റ് ഭരണകൂടം അറിയിക്കുന്നത്. ഈ ആരോപണം തികച്ചും വ്യാജമാണെന്ന് യുഎസിലെ കുവൈറ്റ് അംബാസഡർ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് അംബാസഡർ എഡിറ്റോറിയൽ ബോർഡിന് ഔദ്യോഗികമായി കത്തയച്ചു. കുവൈറ്റ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കുവൈറ്റ് ന്യൂസ് ഏജൻസി ഇക്കാര്യം പുറത്തുവിട്ടിരുന്നു. മേഖലയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ കൃത്യതയും ഉത്തരവാദിത്വവും അന്താരാഷ്ട്ര സമാധാനത്തിന് അത്യാവശ്യമാണെന്ന് അംബാസഡർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും. അയൽ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ കുവൈത്തിന്റെ ഭൂപ്രദേശമോ വ്യോമപാതയോ സമുദ്രാതിർത്തിയോ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിൽ കുവൈത്ത് പങ്കാളിയായിട്ടില്ലെന്നും അവർ വ്യക്തമായി ആവർത്തിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുക, രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുക, അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക, തർക്കങ്ങൾ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനപരമായി പരിഹരിക്കുക എന്നിവയാണ് കുവൈത്തിന്റെ വിദേശ നയത്തിന്റെ കാതൽ. പതിറ്റാണ്ടുകളായി യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കടുത്ത ആഘാതം അനുഭവിച്ച ഒരു മേഖലയെന്ന നിലയിൽ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതിലൂടെയല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്ന് കുവൈറ്റ് വിശ്വസിക്കുന്നതായും അംബാസഡർ വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ശമനമുണ്ട്. ശക്തമായ ആക്രമണങ്ങൾ ഇരുവിഭാഗവും നടത്തിയിട്ടില്ല. അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടില്ല. ഇരുഭാഗത്തും വലിയ നാശനഷ്ടമാണ് മാസങ്ങൾ നീണ്ട യുദ്ധം വരുത്തിവെച്ചത്. എന്നാൽ യുദ്ധം മറ്റൊരിടത്തേക്ക് കേന്ദ്രീകരിക്കുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. യമനിൽ സൗദി അറേബ്യയുടെ സൈന്യവും ഹൂതികളും പരസ്പരം ആക്രമണം നടത്തി. സൗദി അറേബ്യയ്ക്ക് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചു. യമനോട് ചേർന്ന കടൽപ്പാതയായ ബാബ് അൽ മന്ദേബ് ഹൂതികൾ തടഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ പോയ സൗദി കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചു. യമനെതിരെ സൗദിയുടെ ഉപരോധം പിൻവലിക്കണമെന്നാണ് ഹൂതികളുടെ ആവശ്യം. സൗദിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ഹൂതികളുടെ മുന്നറിയിപ്പുണ്ട്. കുവൈത്തിൽ ഇറാന്റെ ആക്രമണം കഴിഞ്ഞ ദിവസവും തുടർന്നു. ആക്രമണത്തിന് പിന്നാലെ വൈകിട്ടും ആക്രമണം നടന്നു. അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിക്കുന്നതായി സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് പിറകെ രാജ്യവ്യാപകമായി സൈറൻ മുഴങ്ങി. സ്ഥിതിഗതികൾ അധികൃതർ വിലയിരുത്തി വരികയാണ്. സ്ഫോടന ശബ്ദങ്ങൾ ആക്രമണങ്ങളെ തടയുന്നതിന്റെ ഫലമാണെന്ന് ആർമി ജനറൽ സ്റ്റാഫ് അറിയിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സൈന്യം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി കുവൈറ്റിനു നേരെ ഇറാന്റെ നിരന്തര ആക്രമണം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജലവൈദ്യുതി പ്ലാന്റിനും എണ്ണ ഉൽപാദന കേന്ദ്രത്തിനും നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. സൈനിക ക്യാമ്പുകളിലെ ആക്രമണത്തിൽ ഏതാനും സൈനികർക്കും പരിക്കേറ്റിരുന്നു. തീ കെടുത്തുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. നേരത്തെ രാത്രികളിൽ മാത്രമായിരുന്ന ആക്രമണം നിലവിൽ പകൽ സമയത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കുന്നതിനിടെ പരിക്കേറ്റ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥരുടെ ആരോഗ്യസ്ഥിതി അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞു. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് മെഡിക്കൽ സംഘം വിവരിച്ചു. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയ ഷെയ്ഖ് ഫഹദ് പരിക്കേറ്റവർക്ക് നൽകിയ പരിചരണത്തെയും മെഡിക്കൽ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചു. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങളും രഹസ്യമായി സൈനിക നീക്കം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ മാസം ആദ്യം ബഹ്റൈനും കുവൈത്തും ചേർന്ന് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ രഹസ്യമായി വ്യോമാക്രമണം നടത്തിയതായാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.